ഏതായാലും ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ്. തമിഴ്നാട്ടിൽ മഴയാണോന്ന് അറിയത്തില്ല. നമുക്ക് കമ്പം വരെ ഒന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട്. എന്നാൽ പോയി അവിടെ മഴയാണോ എന്നൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ തമ്പുരാനെ, എൻ്റെ മിറ്റം കിടക്കുന്ന കണ്ടാൽ മതി. ഒരാഴ്ചയായും തോന്നി തൂക്കട്ടെ. ഇനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാലും തൂക്കാവുന്ന ഓർക്കണ്ട. ഒരു മഴയും കാറ്റും നല്ല മാങ്ങായും തേങ്ങായും ഇന്നലെയൊക്കെ തൂളുമഴ നനഞ്ഞാണ്. ഇന്നലെ തൂളുമഴ നനഞ്ഞായി മിറ്റം ഒന്ന് തൂത്തിട്ടത് കുറച്ച് നടവാതിലെങ്കിലും. ഇന്നിപ്പോൾ അതുപോലും തൂക്കണ്ട എന്ന് പറഞ്ഞാൽ കാറ്റ് ചില്ലറയൊന്നുമല്ല വീശുന്നത്. കാറ്റും മുഴങ്ങുന്ന ഇടി മുഴങ്ങുന്നതിൻ്റെ ഒച്ച കേട്ടില്ലേ? കാറ്റിൻ്റെ തന്നെ ആ മൂളലാന്ന് കണ്ടോ? എല്ലാം ഓടി നേരത്തെ തന്നെ വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നു. തണുത്തിട്ട് ചുരുണ്ട് കൂടി ഇരിക്കുവാണ്. നായകരമൊക്കെ ഒടിഞ്ഞു കിടക്കും കേട്ടോ ആ പ്ലാവിൻ്റെ. എന്നാ ചക്കയൊന്നും താഴെ വീണ് കേട്ടില്ലല്ലേ? അറിയത്തില്ല, ചോട്ടിക്കൊണ്ട് നോക്കിയാലും അറിയത്തില്ല. ഇറങ്ങാൻ പറ്റിയല്ലേ ഇപ്പൊ? നമുക്കേ തമിഴ്നാട്ടിൽ ചൂടായിരിക്കും. തമിഴ്നാട് വരെ പോയി നോക്കിയാലോ? അതെ, അവിടെ സൂര്യനുണ്ടോ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ എന്തായാലും മഴയല്ലേ. ഇവിടെ നിന്ന് ഓടി അങ്ങോട്ടാണ് പോയെന്നറിയാം അല്ലേ? അവിടെയാണെങ്കിൽ മഴയെങ്കിൽ അവിടെ പോയി താമസിക്കാം. എന്നാ ഇവിടെ അത് നല്ല ഐഡിയയാ. ലീല ടിപ്സ് ആൻഡ് ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലോട്ട് മഴയാന്ന് തോന്നുന്നല്ലേ? തമിഴ്നാട്ടിലോട്ട് മഴയാ. ഈ ബോർഡർ ആയതുകൊണ്ട് അങ്ങനെയാ തോന്നുന്നത്. ആക്രി വണ്ടി പോകുന്ന കേട്ടോ. രാവിലെ കയറി വന്ന് ഉച്ചയാകുമ്പോൾ ഒരു ലോഡ് ആക്രിയായിട്ട് അവർ മേടിച്ചു. എവിടെയോ എന്തോ ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് മഴയാ. താഴെ മഴയാ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തി കേട്ടോ. ഇവിടെയും കമ്പം സ്റ്റാർട്ട് ആകുന്നു. പക്ഷെ മഴയാണ്. ചെന്നം പിന്നെ മഴയല്ലേ? ചെന്നം പിന്നെ മഴയാണ്. ചെന്നം പിന്നെ എവിടത്തെയാണോ? ഇവിടെ ഒരു മാവുന്തോട്ടമുണ്ട്. മാവുന്തോട്ടം നമ്മുടെ മലയാളി ആരാണ്ട് ഇവിടെ വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മളെ കമ്പത്തോട്ട് ഇറങ്ങി ചെല്ലുന്നതിന് മുന്നേ ഉള്ളൊരു മാവുന്തോട്ടമാണ്. അവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്. ഇപ്പോൾ സീസണായി വരിക. മാങ്ങയൊക്കെ കാറ്റത്തൊക്കെ ഇഷ്ടം പോലെ താഴെയെല്ലാം വീണ് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ മാങ്ങയാണ് വീണ് കിടക്കുന്നത്. ആൾക്കാരെടുക്കുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വിലക്കുറവൊക്കെ ആയതുകൊണ്ടായിരിക്കും. അവിടെ കാവൽക്കാരെ ഒന്നും കണ്ടില്ല. മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇഷ്ടം പോലെ പച്ചക്കറി കൃഷിയുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പയറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു സൈസ് ചീര ഒക്കെ ഇഷ്ടം പോലെ നട്ട് ആയി വരുന്നുണ്ട്. എല്ലാം വിളവെടുക്കാറായി വരിക. മഴക്കാലം കൂടെ ആയതുകൊണ്ട് മഴ അങ്ങ് തുടങ്ങി. എന്നാൽ നമ്മുടെ കേരളത്തിൽ അത്ര മഴ ഇല്ല താനും. ഇങ്ങോട്ട് ചെറുതായിട്ടേ ഉള്ളൂ. തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിമരങ്ങളാണ് രണ്ട് സൈഡ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പഴയ പുളിയെല്ലാം പറിച്ച് തന്നിട്ട് പുതിയ പൂവെല്ലാം ഇട്ട് നിൽക്കുക. മൊത്തം നല്ല തളുത്ത് പൂവൊക്കെ ഇട്ട് നല്ല രസമാണ് നിൽക്കുന്നത് കാണാൻ. ആകാശത്ത് ഇഷ്ടംപോലെ കാർമേഘങ്ങളുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കേരളത്തെ അത്രയും നല്ല ശക്തമായിട്ട് പെയ്യുന്നില്ലെന്നുള്ളൂ. എന്നാലും ചെറുതായ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പെയ്ത് വരുന്നുണ്ട്. നല്ല മഴക്കാർ കയറിയിട്ടുമുണ്ട്. അങ്ങനെ തമിഴ്നാടിൻ്റെ ആകാശത്തും മഴയ്ക്കുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ നമ്മുടെ പുതുപ്പട്ടിയിലുള്ള പരമൂണ്ണൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നമുക്ക്. അപ്പോൾ ഈ മഴയും കൂടെ കിട്ടിയപ്പോൾ കൃഷിയെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പം പയറും എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. വാഴയുടെ ഇല കംപ്ലീറ്റ് പൊട്ടിപ്പോയി. അത് കണ്ടോ, കാറ്റടിച്ചിട്ടേ മൊത്തം ഇല കംപ്ലീറ്റ് പൊട്ടിപ്പോയി. കാളവണ്ടിയാന്ന് തോന്നുന്നല്ലേ? അല്ലേ? കാളയാണോ കുതിരവണ്ടിയാണോ? കാളവണ്ടിയാണോ കുതിരവണ്ടിയാണോ? നമ്മുടെ അണ്ണൻ്റെ വീട്ടിൽ വരെ വന്നതാണേ. ഇവിടെ കണ്ടോ ഒത്തിരി സാധനങ്ങളുണ്ട്. പ്രാവ്, കോഴി, ആട്
ചെമ്മരിയാട്, പശു, പ്രാവ്, എല്ലാ സാധനവും ഉണ്ട്. ഇത് മേടിക്കുന്ന വണ്ടി ഓടിക്കുന്ന കാളകളാണ്. ഏതാ അതാണോ വണ്ടി ഓടിക്കുന്നത്? ആ 3 വണ്ടി ഓടിക്കുന്ന അല്ലേ? ആ റേസ് വണ്ടിയാണോ നമുക്ക് വെളിയിരിക്കുന്നത്? ആണോ? അത് റേസിന് പോകുന്ന വണ്ടിയാണോ? അതെ അല്ലേ? ഇത് അടുത്ത ആഴ്ച റേസിന് പോകുന്ന വണ്ടിയാണല്ലേ? അടുത്ത ആഴ്ച ഓടാം. വെളിയിൽ നിൽക്കുന്ന റേസിന് പോകുന്ന വണ്ടിയാണ്. ഇതുണ്ട് പ്രാവ് ഇരിക്കുന്നുണ്ട് അല്ലേ? ഇഷ്ടം പോലെ പരിച്ച് 3 പ്രധാനം വരച്ചിട്ടുണ്ട്. അതെ അല്ലേ? ഇതെല്ലാം ഇവിടെ വളർത്തുന്നതല്ലേ മൊത്തം? റേസിന് പോകുന്ന കാളകളാ ഇത്. നാടൻ കോഴിയാ അല്ലേ? ഒറിജിനൽ ഹൈബ്രിഡ് അല്ല. ഇതാണ് മറ്റേ ഈ പോരുകോഴി ആണോ? അതിന്റെ വലുത് പൂവൻ കോഴിയാണ് അല്ലേ? അല്ലേ? നമ്മളെ കുത്തു. ഇച്ചിരി പേടിയാ. അതെ അതെ അതെ. അതന്നെ അത് പോരുകോഴി. നീ ആണോ അവിടെ പോയി വിളിച്ചു പോകുന്നത്? രാത്രി പാമ്പുണ്ട്. പിന്നെ പാമ്പ്. പ്രാവ്. ആ ഇവരാണ് കേട്ടോ നമ്മൾ മുമ്പേ കണ്ട വണ്ടിയുടെ ഡ്രൈവർമാരാണ് ഇവരാണ് സാരഥികൾ. റേസിംഗ് കാളകളാണ്. ഇവർക്കുള്ള തീറ്റ കേട്ടോ ഈ മേളിൽ കൂടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇത് സാധാരണ കച്ചിയല്ല, ഇത് ഈ മുതിരയില്ല, മുതിരയുടെ കച്ചിയാണ് അവർ. മുതിരയാണ് പറിച്ച് അതിൻ്റെ വിത്തെല്ലാം എടുത്തിട്ട് ആ ചെടിയാണ് ഈ വെച്ചേക്കുന്നത്. നല്ല ഇവർക്കുള്ള തീറ്റയാണ് മഴക്കാലത്തേക്കുള്ള. ഇത് വേണം. നീ പൂച്ചക്കുഞ്ഞിനെ വിളിക്കുന്നവനാണോ കോഴിയെ വിളിക്കുന്നത്? നല്ല രസമുണ്ട് കാണാനല്ലേ? ഇതാണ് പോരുകോഴി. അവനെ കണ്ടോ? കൊത്ത് കിട്ടാന്ന് നോക്കണം. ഒറിജിനൽ നാടൻ കോഴി. ഒറിജിനൽ നാട്. ഇവ ബാക്കി കമ്പത്തിനകത്ത് ചന്തയ്ക്ക് കൊടുക്കുന്ന അത് ക്രാസ് എന്ന് പറയും. ക്രോസാ. അത് ഗവൺമെന്റ് അവർക്ക് വളക്കാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന. അത് നമുക്കവിടെ നാടൻ കോഴി എന്ന് പറഞ്ഞാലേ നാടൻ കോഴിക്ക് എന്നാ വിലയുണ്ട്? നമുക്കവിടെ ഒരു 250 രൂപ. 200, 220, 250 രൂപ കിലോ വില. 600 രൂപ. കിട്ടുന്നില്ല. പക്ഷെ ഇതിന് എന്നാ വിലയുണ്ട്? 600 രൂപ കിലോ അല്ലേ? 600 രൂപ. അപ്പോൾ ഒരു എത്ര നാളിൽ ഇത് പെട്ടെന്ന് വളരും? എത്ര നാളെടുക്കും? 2 മാസമായാലും 1 കിലോ. 2 മാസമായ 1 കിലോ ആവും. 3 മാസം 4 മാസം ആകുമ്പോൾ 2 കിലോ അങ്ങനെ പോകും. നല്ല തടി കൊണ്ടുപോകും. നല്ല മണ്ണ, നല്ല തീറ്റയുണ്ട്, അരിയുണ്ട്. റേഷൻ അരി നമുക്ക് ഫ്രീയാലെ കിട്ടില്ല. ഇതിന് ഈ കാളകൾക്കൊക്കെ ഇനി എന്നാ റൈസ് ഉള്ളേ? പരുത്തിക്കൊട്ട, രാവളി മുട്ട, മുട്ടയെല്ലാം പൊട്ടിച്ചിട്ട് ചാറ് പോലെ കൊടുക്കും. ഒരു പൈപ്പ് വെച്ചിട്ട് അവനെ വായിൽ ഇവർക്ക് കാളയ്ക്ക് റേസ് വണ്ടി. പിന്നെ മുതിര, പരുത്തി അതല്ലേ, പരുത്തി നൂറിന്റെ പരുത്തിക്കുരു. പിന്നെ ഈ ഇഞ്ചി, വെളുത്തുള്ളി, നാടൻ കരിപ്പട്ടി അതെല്ലാം ഒരുമിച്ച് ഇടിച്ച് റെഡിയാകും. ഇടിച്ചിട്ട് കളി പോലെ കൊടുക്കും. ആനയ്ക്ക് തീറ്റി കൊടുക്കുന്നില്ല, ആനയ്ക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കും. അവന് ഇഷ്ടപ്പെടുന്ന കളിക്കും. അപ്പൊ നല്ല ആരോഗ്യമുള്ള കാളയാണെങ്കിൽ നല്ല റേസിങ്ങിന് കൊണ്ടുപോവാം. കൂടുതൽ തീറ്റി കൊടുക്കുന്നു. ഒരാഴ്ച പട്ടിണി കിടക്കും. ഒരാഴ്ച പട്ടിണി കിടക്കും. പേരിച്ചെണ്ണം അറബിയ പേച്ചല്ലേ, നല്ല ഒറിജിനൽ പേരിച്ച് അത് കൊടുക്കുന്നു. അങ്ങനെ ഇവരെ റെഡിയാക്കി എടുക്കുന്നത്. ഞങ്ങൾ പോയിട്ട് വരട്ടെ. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. പറമ്പിൽ ഡെയിലി പണി കൊടുക്കണ്ടേ? അത് വെച്ച് 2 മണിക്കുള്ള ഒരു ഓട്ടം ഉഴുതാൻ പോയി. ആരോഗ്യം വേണ്ടോ അവന്? പണിയെടുക്കണം. നില ഉഴുതാനായിട്ട് ഇത് വെച്ചാ ഉഴുതുന്നു അല്ലേ? ഇങ്ങനെ പിടിച്ച് വണ്ടി 2 വണ്ടി ഓടിക്കുമ്പോ മണ്ണെല്ലാം കളച്ച് തുമ്പ ആവശ്യം വെട്ടിയത് പോലെ പോകും. ഇതാ കേട്ടോ നമ്മൾ അകത്ത് കണ്ട കാളകളുടെ വണ്ടി. റേസിങ്ങിന് കൊണ്ടുപോകുന്ന വണ്ടിയാണ്.
ഇതിലെ വീല് കണ്ടോ? വീല് സൈക്കിളിന്റെ വീല് പോലെ പറ്റും. ഏതായാലും വന്നതല്ലേ കമ്പത്ത് വരെ, എന്നാൽ ചന്തയിലൊന്ന് കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങ് പോയേക്കാം. മൺചിരാതൂടെ വാങ്ങിച്ചേക്കാം അല്ലേ? എണ്ണുവാ എണ്ണുവാണ് 5 എണ്ണം 10 രൂപ എന്നാണ് പറഞ്ഞത്, ചെറുതിന് 20. എങ്ങനെ ഉണ്ടായിരുന്നു കമ്പത്ത് വന്നിട്ട്? ചായ കുടിച്ചിട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? കുടിച്ചു. മഴയായിരുന്നുകൊണ്ട് ചൂടൊന്നും ഇല്ലായിരുന്നു. ആണോ? അല്ലേ? മഴ എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പെയ്യുന്നില്ല, നമുക്ക് മേളിലോട്ടാണ് മഴ കൂടുതലുള്ളത്. അല്ല, ഇവിടെ മഴ പെയ്തായിരുന്നല്ലോ, അതുകൊണ്ട് ചൂടില്ല. ചൂടില്ല. ഇതാണോ നല്ല പൂവെല്ലാം മൊത്തം പൂവായി നിൽക്കുക. ലീല ടിപ്സ് ആൻഡ് ലുക്സിന്റെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.